വർഷത്തിന് മുൻപ് 2 പെൺമക്കളെയും കൂട്ടി റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് തലവെച്ച ഒരമ്മ. ആ കേസിൽ പുറത്തെത്തിയ ഗാർഹിക പീഡനത്തിന്റെ നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ. കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രതിപട്ടികയിലുള്ളത് ഭർത്താവ് നോബി ലൂക്കോസ് ആണ്. ഷൈനിയെ ഇയാൾ മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന് യുവതിയുടെ ഫോണിലുള്ള കോളുകളും ചാറ്റുകളും മാത്രം മതിയാകും തെളിവിന്. മരിക്കുന്നതിന് തലേന്ന് നോബി ഷൈനിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിനക്കും പിള്ളേർക്കും പോയി ചത്തൂടെ എന്ന നോബിയുടെ വാക്കുകൾ ഷൈനിയുടെ കടുത്ത തീരുമാനങ്ങൾക്ക് മേൽ ആണിയടിക്കുന്നതായിരുന്നു. അങ്ങനെ ആ കോളിന് പിന്നാലെ ഫെബ്രുവരിയിലെ ആ വിറയ്ക്കുന്ന വെളുപ്പാൻ കാലത്ത് കുഞ്ഞുമക്കളുടെ കരച്ചിൽ വകവെക്കാതെ ഷൈനി അവരെയും കൂട്ടി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നകന്നു. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട നോബി എന്ന ഘാതകന് തക്ക ശിക്ഷ നൽകാൻ പോലീസും പ്രോസിക്യൂഷനും മത്സരിക്കുകയായിരുന്നു കോടതിയിൽ. സാധ്യമായ എല്ലാ തെളിവുകളും കൃത്യമായി ശേഖരിച്ച് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷൻ അതിസമർത്ഥമായി തന്നെ നോബിക്കെതിരെ വാദം നിർത്തി. നോബിയുടെ ജാമ്യം നിഷേധിക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ വാദങ്ങളായിരുന്നു. 10ഉം 11ഉം വയസ്സുള്ള 2 പെൺമക്കളുടെ മരണത്തിന് കാരണക്കാരനാണ് പ്രതിയായ നോബി. പണവും സ്വാധീനവും ഉള്ളതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നടത്താത്ത ക്രൂര മനസ്സുള്ള ആളാണ് ഇയാൾ. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ വിദേശത്തേക്ക് കടക്കും, പിന്നീട് വരാൻ സാധ്യതയുമില്ല. കൂടാതെ നോബിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അങ്ങനെയായാൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. വാദം കേൾക്കൽ പൂർത്തിയായ കേസ് അടുത്ത തീയതിയിലേക്ക് മാറ്റിയിരിക്കെ കേസിന്റെ നാൾവഴികളും പോലീസിന്റെ നിർണായകമായ കണ്ടെത്തലുകളും ഒന്ന് പരിശോധിക്കാം. സ്വാഗതം ജനറൽ ഡയറിയിലേക്ക്. കോട്ടയം ഏറ്റുമാനൂരിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് പാറോലിക്കൽ. ഇവിടെ വടകര വീട്ടിൽ കുര്യാക്കോസിന്റെ 5 മക്കളിൽ മൂത്തവളായിരുന്നു ഷൈനി. ആരോടും അധികം സംസാരിക്കാത്ത, എന്നാൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന പ്രകൃതം. BSc ബിരുദധാരിയായ ഷൈനിക്ക് തൊടുപുഴക്കാരൻ നോബിയായിരുന്നു വരൻ. 15 വർഷം മുൻപ് നടന്ന വിവാഹത്തിൽ ഇവർക്ക് 3 മക്കൾ, എഡ്വിനും അലീനയും ഇവാനയും. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു നോബി. വീട്ടിലെത്തുന്നത് 3 മാസത്തിലൊരിക്കലൊക്കെയാണ്. വീട്ടിൽ വന്നു പോയാൽ 2 ദിവസത്തേക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത വിധം ഷൈനിയെ ഇയാൾ ഉപദ്രവിക്കും. കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കും. അമ്മയെ അപ്പ നിലത്തൂടെ വലിച്ചിഴച്ചു എന്നൊക്കെ കുഞ്ഞുമകൾ കൂട്ടുകാരോട് പരിഭവം പറയും. അക്ഷരാർത്ഥത്തിൽ ഗാർഹിക പീഡനം. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഉപദ്രവം സഹിക്കാതാകുമ്പോൾ ഷൈനിയിടയ്ക്ക് തൊടുപുഴയിൽ നിന്ന് പാറോലിക്കലെ വീട്ടിലേക്ക് ഓടിയെത്തും. സ്ഥിതി കുറച്ച് ശാന്തമായെന്ന് തോന്നുമ്പോൾ തിരിച്ച് തൊടുപുഴയ്ക്ക് വണ്ടി കയറും. ഇങ്ങനെ 9 മാസങ്ങൾക്ക് മുൻപ് പാറോലിക്കലെത്തിയ ഷൈനി പിന്നെ തൊടുപുഴയിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയില്ല. ഷൈനിയെ നോബി മർദ്ദിച്ച് വീടിന് പുറത്തു നിർത്തിയത് അയൽക്കാർ പറഞ്ഞറിഞ്ഞ കുര്യാക്കോസ് മകളെയും കൂട്ടി ഏറ്റുമാനൂരിലേക്ക് വന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയ ശേഷമായിരുന്നു രണ്ടും കൽപ്പിച്ചുള്ള ഈ വരവ്. നോബിയുടെ അമ്മയ്ക്കെതിരെയും ഇത്തവണ പരാതി ഉണ്ടായിരുന്നു. അധികം വൈകാതെ വിവാഹമോചന കേസും കോടതി കയറി. നോബി എന്ത് ചെയ്താലും ഒന്നും മിണ്ടാതെ സഹിക്കുന്ന പ്രകൃതമായിരുന്നു ഷൈനിയുടേതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നേരിട്ട ക്രൂരതകൾക്കെല്ലാം ഇടയിലും നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കായി കുടുംബശ്രീയിൽ നിന്ന് ഷൈനി വായ്പ എടുത്തത് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. എന്നാൽ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ പോലും നോബിയുടെ കുടുംബം തയ്യാറായില്ല. ആ ബാധ്യതയും സ്വന്തം തലയിലായതോടെ ജോലിയില്ലാതെ നിക്കക്കള്ളിയില്ല എന്ന അവസ്ഥയിലെത്തി ഷൈനി. സ്വന്തം വീട്ടിലെത്തിയതിൽ പിന്നെ ഇതിനായുള്ള അലച്ചിലായിരുന്നു ഷൈനി. നഴ്സിംഗ് പഠനത്തിന് ശേഷം നീണ്ട ഇടവേള വന്നത് ജോലി കിട്ടുന്നതിന് വലിയ തടസ്സമായിരുന്നു. ഇടയ്ക്ക് വീടിനടുത്തുള്ള ഒരു കെയർ ഹോമിൽ ജോലി കിട്ടിയെങ്കിലും അത് നിർത്തി. ഇത് വീട്ടുകാരുടെ പ്രേരണ മൂലമാണെന്നാണ് ആരോപണങ്ങൾ. പക്ഷേ ഇവരിത് തള്ളുകയാണ് ഉണ്ടായത്. നഴ്സിംഗ് പഠിച്ച ശേഷം വന്ന 9 വർഷത്തെ ഇടവേള നികത്താൻ ഷൈനി ഒരു കോഴ്സിന് ചേർന്നിരുന്നുവെന്നും ഇതിന് പണം നൽകിയത് തങ്ങളാണെന്നും കുര്യാക്കോസ് പറയുന്നുണ്ട്. ഇതിനുശേഷം മുംബൈയിലെ ആശുപത്രിയിലേക്ക് പോകാനിരിക്കെയാണ് ഷൈനി ആത്മഹത്യ ചെയ്തതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതിനിടെ ഷൈനി സുഹൃത്തിനയച്ച വാട്സാപ്പ് സന്ദേശവും പുറത്തു വന്നിരുന്നു. ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസിൽ നോബി തുടർച്ചയായി ഹാജരാകാതെ നീണ്ടുപോകുന്നതിലും ഷൈനിക്കുള്ള ദുഃഖം അതിൽ പ്രകടമായിരുന്നു. ആ ഓഡിയോ സന്ദേശം ഇങ്ങനെയായിരുന്നു: നാട്ടിലെങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ല, ഞാൻ കുറെ തപ്പി, പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം, 1 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോവാം. ഫെബ്രുവരി 17 കോടതിയിൽ കേസ് വിളിച്ചിരുന്നു, അതിന് പുള്ളി വന്നില്ല. പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല. 4 മാസമായി. എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. വക്കീലിനി ഏപ്രിൽ 9 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയുമില്ല. ഏതായാലും ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്, ഒരു തീരുമാനവും ആകുന്നില്ല. എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെയായിരുന്നു ഷൈനിയുടെ വാക്കുകൾ. ജോലി കിട്ടാത്തതും മറ്റുള്ളവരുടെ കാരുണ്യം കാത്ത് കഴിയേണ്ടതുമെല്ലാം ഷൈനിയെ മാനസികമായി വളരെയധികം തളർത്തിയിരുന്നു. ഷൈനിയോട് കടുത്ത വൈരാഗ്യ ബുദ്ധിയോടെയുള്ള പെരുമാറ്റമായിരുന്നു നോബിയുടേത്. ഷൈനിയും കുട്ടികളും തനിക്കൊരു ബാധ്യതയാണെന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞു കളയും.
ഷൈനിയുടെ കണ്ണീരിൽ അയാൾ ആനന്ദം കണ്ടെത്തും. ഇങ്ങനെ ഫെബ്രുവരി 27 രാത്രിയിലും ഷൈനിയെ വിളിച്ച് അയാൾ അത് ആവർത്തിച്ചു. എന്നെ ബുദ്ധിമുട്ടിക്കാതെ നിനക്കും മക്കൾക്കും എവിടെയെങ്കിലും പോയി ചത്തൂടെയെന്ന്. നിരന്തരമുള്ള അപമാനം ആ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ ഷൈനിയെ നയിച്ചു. പിറ്റേ ദിവസം പുലർച്ചെ പള്ളിയിലേക്കെന്ന് പറഞ്ഞ് മക്കളെ നേരത്തെ വിളിച്ചുണർത്തി. നേരെ പോയത് വീടിനടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക്. ഇടയ്ക്ക് അമ്മയുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ഇവാന ചിണുങ്ങി. അവളെ ശാസിച്ച് നിർബന്ധിച്ച് നിസ്സഹായായ ആ അമ്മ മരണത്തിന് മുന്നിൽ തലവെപ്പിച്ചു. ഷൈനിയുടെയും കുട്ടികളുടെയും ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. എന്നാൽ നോബിക്കെതിരെ ഉയർന്ന ശക്തമായ ജനരോഷത്തിൽ പോലീസിന് മേൽ സമ്മർദ്ദം കടുത്തു. കേസിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടതോടെ നോബിക്കെതിരെ ഏറ്റുമാനൂർ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. കേസ് തനിക്കെതിരെ തിരിഞ്ഞു എന്നറിഞ്ഞ നോബി ആദ്യം ചെയ്തത് ഷൈനിക്ക് അയച്ച ചാറ്റുകൾ നീക്കം ചെയ്യുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തിട്ടും ആദ്യമൊന്നും ഇയാൾ വഴങ്ങില്ല. എന്നാൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ നോബിക്ക് കഴിയുമായിരുന്നില്ല. നോബിക്കെതിരെ കുര്യാക്കോസ് മൊഴി നൽകിയതോടെ ഇയാൾ കുടുങ്ങി. താൻ തലേന്ന് രാത്രി ഷൈനെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടിരുന്നതായി നോബി സമ്മതിച്ചു. പക്ഷേ നോബി ഡിലീറ്റ് ചെയ്ത ചാറ്റിന്റെയും കോളിന്റെയും തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിയാഞ്ഞത് വലിയ തിരിച്ചടിയായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാനെടുക്കുന്ന കാലതാമസമാണ് ഇതിന് കാരണം. ഈ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചതും. എന്നാൽ കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി. കേസിൽ ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയായതിനാൽ കേസിന്റെ നാളുവഴി നിർണായകമായ തീയതിയാകും മാർച്ച് 29.